ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വണ്ടിയുടെ റിവ്യൂ ആണ്, ഓണർ റിവ്യൂ. ഇത് റോയൽ എൻഫീൽഡ് ക്ലാസിക് റീബോൺ 350. ഇത് ഞാൻ 3 കൊല്ലം ഉപയോഗിക്കുന്നു വണ്ടി. ഇതിപ്പോൾ 50,000 കിലോമീറ്ററിന് അടുത്തായിട്ട്. എനിക്ക് സംബന്ധിച്ചിടത്തോളം വണ്ടി നല്ല വണ്ടിയാണ്. എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ബുള്ളറ്റിനെ സംബന്ധിച്ചിട്ട് ബുള്ളറ്റിൻ്റെ ഒരു പേര് ദോഷം ആദ്യമേ ഉള്ളതാണ്, തുരുമ്പിൻ്റെ പ്രശ്നം. പക്ഷേ എനിക്കതിന് തുരുമ്പിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. വണ്ടി കഴുകാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അത് ഓയിൽ ചേഞ്ച് ആവാറായി 50,000-ൻ്റെ. ഇപ്പം 49,400 ആയി. പക്ഷേ എനിക്കിതൊരിട്ടും ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല. നല്ല സ്മൂത്താണ്. പഴയ ബുള്ളറ്റിനെ അപേക്ഷിച്ചിട്ട് ഇത് നല്ല സ്മൂത്താണ്, വൈബ്രേഷൻ ഇല്ല. കാരണം ഇത് പഴയ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ചേസിൽ പോകണ്ടായിരുന്നു. പക്ഷേ ഇത് ഡബിൾ ചേസിൽ, അതുകൊണ്ട് എൻജിൻ സപ്പോർട്ട് കൂടാല. പിന്നെ ഇത് ഞാൻ കുറേ ട്രിപ്പ് പോയില്ല ഓരോ സ്ഥലങ്ങളിലേക്ക്. എനിക്ക് റൈഡ് കംഫർട്ട് സൂപ്പറാണ്. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കംഫർട്ട് കുറവാണ്. അത് ഈ വണ്ടി ശരിക്കും പുതിയത് ഹൈറ്റ് ഇറക്കിയപ്പോൾ ഇത് കുറച്ച് ബാക്ക് ഇങ്ങനെ അടുപ്പിച്ചു. അതായത് പഴയ ബുള്ളറ്റിന് ഇവിടെ കുറച്ച് സ്പേസ് കാണാം, ഇത് കുറച്ച് അടുപ്പിച്ചാണ് വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പില്ലിയൻ റൈഡേഴ്സിന് ഇരിക്കുമ്പോൾ കുറച്ച് കംഫർട്ട് കുറവാണ്, യാത്ര സുഖം. ഏറ്റവും ബെസ്റ്റ് ഇത് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യാനാണ് ഏറ്റവും സുഖം. അങ്ങനെ ഇത് മെജോറിറ്റി ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാറുള്ളത്. പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴും ലോക്കൽ യാത്രകൾക്ക് ഫ്രണ്ട്സ് കയറാറുള്ളൂ ബാക്കിൽ. ഇത് വണ്ടി ഞാൻ എടുത്തിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കി പിറ്റേ ദിവസം തൊട്ട് റെഗുലറായിട്ടുള്ള വിസിറ്റായിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് പറയാനുള്ളത്, ഇതിന് സൗണ്ട് നല്ല ബാസുള്ള സൗണ്ടാണ്. കേൾപ്പിച്ചാൽ വണ്ടി മൊത്തത്തിൽ അടിപൊളിയാണ്, അത് ഞാൻ പറയാം. എനിക്കിത് 247 ആയി ഓൺ റോഡ്. 5 വർഷത്തെ വാറണ്ടി, 5 വർഷത്തെ പാക്കേജ് എല്ലാം ഉൾപ്പെടെ. ആകൂടി 15,000 ബാക്ക് ടയർ കിട്ടുള്ളൂ ലൈഫ്. അതായത് 15,000 കിലോമീറ്റർ. ഫ്രണ്ട് ടയർ എനിക്ക് 25 കിട്ടാറ്, 25,000 കിലോമീറ്റർ. അത് എങ്ങനെയൊക്കെ നോക്കിയാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടും കാര്യമില്ല, 15 കിട്ടുള്ളൂ ബാക്ക് ടയർ. അതായത് ടയർ ഇട്ടാലും അതങ്ങനെ കിട്ടുള്ളൂ. പിന്നെ 10,000 ഓയിൽ ചേഞ്ച്, അതൊരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം എനിക്ക് എൻ്റെ ഫീൽഡ് വർക്കാണ്. എൻ്റെ ഫീൽഡ് വർക്കിൽ എനിക്ക് ഡെയിലി യൂസാണ്. ഡെയിലി യൂസ് പറയുമ്പോൾ പിന്നെ ഒരു ദിവസം 60-70 കിലോമീറ്റർ ഓടും. പെട്ടെന്ന് സാധാ ബൈക്കാണെങ്കിൽ 3,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്ത് വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ടൈം കുറച്ച് കൂടുതൽ കിട്ടും. അതായത് കുറച്ച് ലോങ് റണ്ണ് ഉള്ളതുകൊണ്ട് ഓയിൽ കുറേ ഓടിയിട്ട് മാറിയാൽ മതി. ഇതിൽ 5,000 ആകുമ്പോൾ നമുക്ക് സർവീസിങ് ചെയ്യാം. അതായത് ഓയിൽ ടോപ്പ് അപ്പ്, വണ്ടി വാഷ്, അങ്ങനെ. പിന്നെ നമ്മൾ 500-1000 കിലോമീറ്ററിനുള്ളിൽ ഞാൻ ചെയിൻ ലൂപ്പ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് കിട്ടും. ചെയിനും സ്പോക്കറ്റിനും നമുക്ക് കുറച്ച് ലൈഫ് കിട്ടും. എനിക്കിത് ചെയിൻ സ്പോക്കറ്റ് എനിക്ക് 25,000 കിട്ടി ലൈഫ്. അത് വലിയ കാര്യം എനിക്ക് തോന്നണം, കാരണം ചിലർക്ക് അത് കിട്ടാറില്ല. നമുക്ക് കുറച്ച് നമ്മളെ യൂസ് കൂടുതലും ലോങ് റൈഡാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര ലൈഫ് കിട്ടുന്നത്. പിന്നെ എനിക്ക് നെഗറ്റീവ്സ് എന്ന് പറയാൻ, ഈ ബ്രേക്ക്, അത് ഈ ഡിസ്ക് മോഡല് ബാക്കിലും ഫ്രണ്ടും ഡിസ്ക്. അത് ഇതിൽ ബാക്കിൽ ഡിസ്കുള്ള മോഡലിനാണ് ബ്രേക്ക് കുറേ കൂടുമ്പോൾ ഹാർഡാവും. അത് ചെളി കയറിയിട്ടാണെന്നാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹാർഡ് ചെളി കയറി. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വീട് പഴയ പോലെ ആവും. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കുറേ ഓടി കഴിഞ്ഞാൽ ബ്രേക്ക് ഹാർഡായിട്ട് ചവിട്ടുമ്പോൾ നല്ല പ്രഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കാല് വേനെടുക്കും. അപ്പോൾ നമ്മൾ ആകെ കൂടി നമ്മൾ ചെയ്യുക ഫ്രണ്ട് ബ്രേക്കും ബാക്ക് കൂടി ഒരുമിച്ച് പിടിക്കും. ഫ്രണ്ട് ബാക്കും ABS ഉള്ള ഡബിൾ ചാനൽ വണ്ടിയാണ്. പിന്നെ എനിക്ക് ഈ കളറ്, ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഗ്രീൻ കളർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ ഞാൻ ബ്ലാക്ക് പ്രിഫർ ചെയ്തു. എനിക്ക് അത് മൊത്തത്തിൽ ഇഷ്ടമായി. ബുള്ളറ്റ് ബ്ലാക്കാണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. എനിക്കത് ഒരു ആക്ഷൻ വണ്ടി എനിക്ക് കിട്ടി. വണ്ടി അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു നിലവിൽ. പിന്നെ വണ്ടി മൊത്തത്തിൽ അടിപൊളിയാണ്. 3 കൊല്ലം ഇപ്പം എൻ്റെ കൂടെ. എനിക്ക് നെഗറ്റീവ്സ് പറയാനില്ല. വണ്ടി 100-ൽ പോയാലും അതിന് മേലേക്ക് പോയാലും വണ്ടി വൈബ്രേഷൻ ഇല്ല, സ്മൂത്താണ്. പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് വൈബ്രേഷൻ 60-70 പോകുമ്പോൾ തന്നെ നല്ല വൈബ്രേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഈ എഞ്ചിൻ ഭയങ്കര ക്ലിക്ക്. ജയ സീരീസ് എഞ്ചിനാണ് ഇത് വരുന്നത്. മൊത്തത്തിലേക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഴയ ബുള്ളറ്റിനെ അപേക്ഷിച്ച് ഇതിന് വെയിറ്റ് കൂടാല. ഈ മോഡലിന് വെയിറ്റ് കൂടാല. അത് നമ്മൾ മീറ്റിയോർ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി താഴ്ന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആയതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് നമ്മൾ വണ്ടി കയറി ഇരുന്ന് എടുക്കുമ്പോൾ വെയിറ്റ് തോന്നില്ല. പക്ഷേ ഇതിന് നല്ല വെയിറ്റ് തോന്നും. നല്ല ഭാരമുള്ള മോഡലത്. അത് ചെരിയും തോറും നമുക്ക് അതിൻ്റെ ഭാരത്തിൻ്റെ ഇത് കാട്ടിനെ മനസ്സിലാവും. പക്ഷെ നമുക്ക് റണ്ണിങ്ങിൽ അതറിയില്ല, നല്ല സ്മൂത്ത് റണ്ണിങ്ങാണ്, വൈബ്രേഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ മെയിൻ പറയാനുള്ളത്. ഇതിൻ്റെ മൈലേജ്
എനിക്ക് 36 മാക്സിമം. ആൾക്കാർ 40-45 പറയും, പക്ഷെ അത് വെറുതെയാ. ലോങ് ഓടിയാലും 36 കിട്ടുള്ളൂ. 36, 35, 37 മാക്സിമം. ലോക്കൽ ഓടങ്ങനെ 30. വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ മൈലേജിൻ്റെ കാര്യത്തിൽ പോരാ ഞാൻ പറയുള്ളൂ. നമുക്ക് സാധാരണക്കാരനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡെയിലി യൂസിന് പറ്റാത്ത വണ്ടിയാണ്. പക്ഷെ എനിക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്തു, നല്ല കംഫർട്ടുള്ളത് കാരണം. ആ ഒറ്റ കാരണമാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗിയർ ബോക്സ്. 5 സ്പീഡ് ഗിയർ ബോക്സ്, അത് നല്ല സ്മൂത്താണ്. ഇടയ്ക്ക് ഒരു ഫോൾസ് ഷിഫ്റ്റ് വരാറുണ്ട്, അത് സെക്കൻഡ് തേർഡ് ആ റേഞ്ചിൽ വരാറുണ്ട്. പക്ഷേ വണ്ടി നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഗിയർ ഇടാനും പറ്റും. വൈബ്രേഷൻ ഇല്ല, അതാണ് മെയിൻ ഈ വണ്ടിയുടെ. എടുത്തത് വെറുത്താ, അതെനിക്ക് കുറ്റബോധം വന്നിട്ടില്ല. കാരണം ഇത്ര സ്മൂത്തായിട്ടുള്ള വണ്ടി റോയൽ എൻഫീൽഡ് ഇറക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പുതിയത് ഇറങ്ങണ എല്ലാത്തിനും വൈബ്രേഷൻ ഇല്ലാതെ, കാരണം പുതിയൊരു ചേസിൽ ഇറക്കണം അവർ. ഇതിൻ്റെ പ്രകാശത്തിനെ പറ്റിയിടാം, നല്ല പ്രകാശം. അത് നല്ല ഡിസൈനിലാണ് ഹെഡ്ലൈറ്റ് നൈറ്റ് ഡ്രൈവിലൊക്കെ ഫീൽ ചെയ്യാം. ടീ പോലെ അതിൻ്റെ ലൈറ്റ് ഡിസൈൻ അങ്ങനെയാണ്. അതുപോലെ നമുക്ക് ഡിം അടിച്ചുമ്പോൾ നല്ല ഷേപ്പിൽ കാണും, നല്ല ക്ലാരിറ്റിയിൽ വൈഡായിട്ട് കാണാൻ പറ്റും. ബ്രൈറ്റ് അടിക്കുമ്പോഴും നല്ല ലോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം പഴയ ബുള്ളറ്റിന് കുറച്ച് നാൾ മുന്നേ 2022 വരെ ഇറങ്ങിയ പഴയ ബുള്ളറ്റിന് പ്രകാശം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ലൈറ്റ് പോലെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ടാങ്കിൻ്റെ കാര്യം. ടാങ്ക് സാധാരണ പഴയ ബുള്ളറ്റിലൊക്കെ കാണാറുള്ളത് മഴയത്ത് വണ്ടി മിസ്സിങ് വരാറുണ്ട്, തുരുമ്പ് ഇറങ്ങിയിട്ടും, അതായത് വെള്ളം ഇറങ്ങി തുരുമ്പായിട്ട്. പക്ഷെ ഇതിനെങ്ങനെ വന്നിട്ടില്ല. ഇത് മഴയും വെയിലും എല്ലാം ഡെയിലി കൊള്ളുന്ന വണ്ടിയായിരുന്നു. ഇപ്പോഴും മഴയത്ത് ഓടാറുണ്ട്. പക്ഷെ എനിക്ക് ഇതൊരു 3 കൊല്ലമായി ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. വെള്ളം ഇറങ്ങുന്ന പ്രശ്നം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് പറയുന്നത് ഓവർഫ്ലോൻ്റെ ഒരു ഹോൾ ഉണ്ട്, അത് അടയും. അത് അടഞ്ഞു കഴിഞ്ഞാൽ പെട്രോള് ചുറ്റും നിൽക്കും. ആ ഓവർഫ്ലോ വഴി പോവാതെ അങ്ങനെ കിട്ടിയത്. അത് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ പ്രശ്നം വരാറ്. ഇത്രയൊക്കെ എനിക്ക്. പിന്നെ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമാണ്, അത് എൻ്റെ മാത്രം കുഴപ്പമാണെന്ന് അറിയില്ല, എല്ലാ വണ്ടിക്കൊന്നും അറിയില്ല. ട്രിപ്പ് 1ഉം ട്രിപ്പ് 2ഉം 1000 കിലോമീറ്ററായ ഓട്ടോമാറ്റിക് 0 ആവും. അതായത് ചില വണ്ടികൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ വണ്ടികളും ട്രിപ്പ് നമ്മൾ ഇട്ട് 0 ആക്കി കഴിഞ്ഞാൽ 1000 അതിൽ 2000 ആവണം, 3000, 10000 അങ്ങനെ ആയി പോകണം. പക്ഷെ ഇത് 1000 ആകുമ്പോൾ ഓട്ടോമാറ്റിക് 0 ആവും. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ കമ്പനിയിൽ പറഞ്ഞു, പക്ഷെ അവർക്കും മനസ്സിലായിട്ടില്ല. അതവർ നോക്കിയിട്ടില്ല. പിന്നെ അത് ഞാൻ വിട്ടത്. നമ്മളൊരു ഈ ഫ്ലോ ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയി. പിന്നെ എന്തായാലും അവിടെ വെച്ചു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. എനിക്കിപ്പോൾ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് തോന്നി ഓവർ പ്രൈസ്ഡാണെന്ന് തോന്നി. പക്ഷേ അതിനുള്ള വണ്ടിയുണ്ട്, എല്ലാ ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. പഴയ ബുള്ളറ്റിനെ അപേക്ഷിച്ചിട്ട് എല്ലാം കുറച്ച് ഹാർഡും വീതിയും കൂടിയ ഐറ്റംസ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വണ്ടിയുടെ ക്വാളിറ്റിയും ഉണ്ട്, അതിൻ്റെ പെർഫോമൻസും ഉണ്ട്. പിന്നെ നല്ല പാർട്സിനൊക്കെ നല്ല വിലയാണ്. ഒരു ഫുഡ് ട്രസ്റ്റ് പോയി തന്നെ 700 വരും. 2 പോയാൽ 800-900 റേഞ്ച് ആവും. കോസ്റ്റിലാണ് വണ്ടി. പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയാണെങ്കിൽ വണ്ടി സ്മൂത്താണ്, കംപ്ലൈൻറ്റ് ഇല്ല. അതാണ് എനിക്ക് ബുള്ളറ്റിനെ ഒരു മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വണ്ടിനെ പറ്റിയുള്ള റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.